എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഹേഹയ വംശസ്ഥാപകനായ ഏകവീരൻ്റെ കഥയാണ്. മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മീദേവിയുടെയും പുത്രനായ ഏകവീരനെ വളർത്തിയത് യദുവിൻ്റെ പൗത്രനായ ശതജിത്തായിരുന്നു. സൂര്യദേവന്റെ പുത്രനും അശ്വിനി ദേവകളുടെ സഹോദരനുമായ രേവന്തൻ ഇന്ദ്രന്റെ വലിയ സുഹൃത്തായിരുന്നു. ഒരിക്കൽ രേവന്തൻ വിഷ്ണുവിനെ ദർശിക്കാനായി ഇന്ദ്രന്റെ കുതിരയായ ഉച്ചൈസ്രവസിന്മേൽ കയറി വൈകുണ്ഠത്തിലെത്തി. അശ്വത്തിനെ നോക്കി നിന്ന ലക്ഷ്മി ദേവി വിഷ്ണു ഭഗവാൻ ചോദിച്ചതൊന്നും കേട്ടില്ല. ദേഷ്യം വന്ന ഭഗവാൻ ലക്ഷ്മി ദേവി ഒരു അശ്വമായി ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് ശാപം നൽകി. ശാപമോക്ഷം യാചിച്ച ദേവിക്ക് വിഷ്ണുതുല്യനായ ഒരു പുത്രൻ ജനിച്ചു കഴിയുമ്പോൾ ദേവി വീണ്ടും വൈകുണ്ഠം പ്രാപിക്കുമെന്ന് ഭഗവാൻ ശാപമോക്ഷവും നൽകി. ലക്ഷ്മി ദേവി ഒരു പെൺകുതിരയുടെ രൂപമെടുത്ത് ഭൂമിയിൽ വന്ന് യമുനാ തീരത്തിരുന്ന് പരമശിവനെ മനസ്സിൽ ധ്യാനിച്ച് തപസ് തുടങ്ങി. 1000 വർഷങ്ങൾക്ക് ശേഷം പരമശിവൻ പാർവതീദേവിയോടും ഭൂതഗണങ്ങളോടും കൂടി ലക്ഷ്മി ദേവിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. ലക്ഷ്മി ദേവി ശാപവിവരമെല്ലാം മഹാദേവനോട് പറഞ്ഞു. ശേഷം തനിക്ക് ശാപമോക്ഷത്തിന് വഴിയുണ്ടാക്കണമെന്ന് അപേക്ഷിച്ചു. ഇതു കേട്ട് മനസ്സലിഞ്ഞ മഹാദേവൻ അതിനെല്ലാം പരിഹാരമുണ്ടാക്കാമെന്ന് അരുളി ചെയ്ത ശേഷം വൈകുണ്ഠത്തിലേക്ക് പോയി മഹാവിഷ്ണുവിനെ ഒരു ആൺകുതിരയുടെ രൂപത്തിൽ ഭൂമിയിലുള്ള ലക്ഷ്മി ദേവിയുടെ അടുത്തേക്ക് അയക്കുകയും അധികം വൈകാതെ അവർക്ക് ഒരു ആൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച ശേഷം അവർ രണ്ടുപേരും വൈകുണ്ഠത്തിലേക്ക് പോയി. ആ ശിശുവാണ് പിന്നീട് പ്രസിദ്ധനായ ഏകവീരൻ എന്ന രാജാവ്. ഹയത്തിൽ നിന്നും ജനിച്ചതുകൊണ്ടാണ് ഏകവീരന് ഹേഹയൻ എന്ന പേരുണ്ടായത്. ഈ സമയത്ത് യയാതിയുടെ പൗത്രനായ സഹസ്രയത്തിന്റെ പുത്രൻ ശതജിത്ത് സന്താനലാഭത്തിനായി യമുനാ നദീതീരത്ത് തപസ്സു ചെയ്യാൻ തുടങ്ങിയിരുന്നു. അന്നൊരു രാത്രിയിൽ വനത്തിലെത്തിയ ചമ്പകൻ എന്ന വിദ്യാധരനും അദ്ദേഹത്തിന്റെ പത്നിയായ മദാലസയും നിരാശ്രയനായി കിടക്കുന്ന ആൺകുഞ്ഞിനെ കാണുകയും അവർ അവനെ എടുത്ത് ദേവലോകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കുട്ടിയെ കണ്ട ഇന്ദ്രൻ അവൻ അശ്വരൂപം ധരിച്ച മഹാവിഷ്ണുവിന്റെ മകനാണെന്ന് തിരിച്ചറിഞ്ഞ് അവനെ തിരികെ തൽസ്ഥാനത്തെത്തിക്കാൻ കൽപ്പിച്ചു. ചമ്പകനും മദാലസയും കൂടി കുട്ടിയെ തിരികെ പഴയ സ്ഥാനത്തെത്തിച്ച് തിരിച്ചു പോന്നു. ഈ സമയം തപസ് ചെയ്തിരുന്ന ശതജിത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണുവും ലക്ഷ്മീദേവിയും ആ വനത്തിൽ നിരാശ്രയനായി ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെന്നും അവനെ എടുത്ത് വളർത്തിക്കൊള്ളണമെന്നും അരുളി ചെയ്ത ശേഷം അവിടെ നിന്നും അന്തർധാനം ചെയ്തു. രാജാവ് ഉടൻ തന്നെ ചെന്ന് കുട്ടിയെ എടുത്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി അവനെ ഏകവീരൻ എന്ന് പേരിട്ട് വളർത്തി. ശതജിത്തിനും രാജ്ഞിക്കും മഹാഹയനെന്നും വേണുഹയനെന്നും 2 പുത്രന്മാർ കൂടി ഉണ്ടായി. യൗവനയുക്തനായപ്പോൾ ശതജിത്ത് ഏകവീരനെ യുവരാജാവായി അഭിഷേകം ചെയ്തു. ഒരു ദിവസം അനുജന്മാരോടും മന്ത്രികുമാരന്മാരോടും കൂടി ഗംഗാ സമതലങ്ങളിലേക്ക് പുറപ്പെട്ട ഏകവീരൻ അവിടെ ഗംഗാനദിയിൽ 1000 ഇതളുകളോടും അത്യന്തം സൗരഭ്യത്തോടും കൂടിയ ഒരു താമര വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടു. അതിനടുത്തെത്തിയ ഏകവീരൻ അവിടെ കരഞ്ഞു കണ്ണുനീർ വാർത്തു നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ട് കാര്യമന്വേഷിച്ചു. യുവരാജാവിൻ്റെ നിർബന്ധപൂർവമായ ചോദ്യം കേട്ടപ്പോൾ അവൾ ഇങ്ങനെ മറുപടി നൽകി: ഇവിടെ നിന്നും തെല്ലകലെയായി മറ്റൊരു രാജ്യമുണ്ട്. അവിടെ രൈഭ്യൻ എന്നു പേരായ ധാർമ്മികനായ ഒരു രാജാവ് രാജ്യം ഭരിക്കുന്നു. അദ്ദേഹത്തിനും രാജ്ഞി രുക്മരേഖയ്ക്കും വളരെ കാലങ്ങളായി കുട്ടികളുണ്ടായിരുന്നില്ല. ഒരിക്കൽ രൈഭ്യൻ നടത്തിയ പുത്രകാമേഷ്ടി യാഗത്തിലെ അഗ്നികുണ്ഡത്തിൽ നിന്നും ഒരു കന്യക ഉയർന്നു വന്നു. രാജാവ് ആ കന്യകയെ ഏകാവലി എന്ന് പേരിട്ട് വളർത്തി. ഞാൻ ആ രാജ്യത്തെ മന്ത്രിയുടെ പുത്രിയും ഏകാവലിയുടെ പ്രിയ തോഴിയുമാണ്. എൻ്റെ പേര് യശോവതി എന്നാകുന്നു. ഏകാവലിക്ക് താമരപ്പൂക്കളിൽ വലിയ താല്പര്യമാണ്. തന്മൂലം രാജാവ് അവൾക്കായി ഒരു വലിയ താമരപ്പൊയ്ക ഉണ്ടാക്കി നൽകി.
എന്നിട്ടും അവൾ താമരപ്പൂക്കളിലുള്ള താല്പര്യം നിമിത്തം മറ്റു പൊയ്കകളിലെല്ലാം പോയി വിഹരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ ഗംഗാനദിയിൽ വന്നിറങ്ങി. ഇവിടെ താമരപ്പൂക്കളുടെ ഭംഗി ആസ്വദിച്ച് നിൽക്കുമ്പോൾ കാലകേതു എന്നൊരു അസുരൻ വന്ന് ഏകാവലിയോട് വിവാഹാഭ്യർത്ഥന നടത്തി. കാലകേതുവിൻ്റെ വിവാഹാഭ്യർത്ഥന നിരസിച്ച ഏകാവലിയെ അവൻ പാതാളത്തിലേക്ക് അപഹരിച്ചു കൊണ്ടുപോയി കാരാഗൃഹത്തിലിട്ടിരിക്കുകയാണ്. അതിനാൽ മറ്റു പോംവഴികൾ കാണാതെ ഞാനിവിടെ വിഷമിച്ചു നിൽക്കുകയാണ്. ഇത് കേട്ട ഉടനെ ഏകവീരൻ പാതാളത്തിൽ ചെന്ന് കാലകേതുവുമായി യുദ്ധം ചെയ്യുകയും അസുരനെ വധിച്ച് ഏകാവലിയെ വീണ്ടെടുത്ത് രൈഭ്യന്റെ കൊട്ടാരത്തിലേൽപ്പിക്കുകയും ചെയ്തു. സന്തുഷ്ടനായ രൈഭ്യൻ ഏകാവലിയെ ഏകവീരന് വിവാഹം കഴിച്ചു നൽകി. തുടർന്ന് ഏകാവലിയുമായി മാതാപിതാക്കളുടെ അടുത്തെത്തിയ ഏകവീരനെ ശതജിത്ത് മഹാരാജാവായി അഭിഷേകം ചെയ്തു. ശേഷം ശതജിത്ത് രാജ്ഞിയോടുകൂടി വനത്തിൽ ചെന്ന് തപസ് ചെയ്ത് വിഷ്ണുലോകം പ്രാപിച്ചു. ഹേ രാജവംശസ്ഥാപകനായ ഏകവീരന്റെ കഥ ഇവിടെ തീരുകയാണ്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.